ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചാണക്യൻ, ഭാരതത്തിൻ്റെ ഭരണകേന്ദ്രത്തിൽ രണ്ടാമൻ, ശക്തനായിട്ടുള്ള ഒരു വ്യവസായി, അതിനേക്കാൾ ഉപരി രാഷ്ട്രതന്ത്രജ്ഞൻ, അങ്ങനെ ബഹുമുഖ പ്രതിഭയാകുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് ഭാരതത്തിലെ ശ്രീ അമിത്ഷാ. ഭരണത്തിലെ ശക്തി കേന്ദ്രത്തിലേക്ക് നടന്നു കയറുന്നതിനൊപ്പം തന്നെ അനേക വിവാദങ്ങൾക്ക് തിരികൊളുത്തിയ ഒരു വ്യക്തി കൂടിയാണ്. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ നിഴലായിട്ട്, മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനായി എന്നും ഭരണസ്ഥിരാ കേന്ദ്രത്തിൻ്റെ ശക്തമായ സാന്നിധ്യം അറിയിക്കുന്ന നേതാവ് അമിത്ഷാ. ജ്യോതിഷ ദീപത്തിൻ്റെ പുതിയ അധ്യായത്തിലൂടെ അമിത്ഷായുടെ ജാതകവും ഭാവിയുമാണ് നമ്മൾ പരിശോധിക്കുന്നത്. മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷ ദീപത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഈ വീഡിയോയുടെ ആമുഖമായി ഞാൻ പറയട്ടെ, കഴിഞ്ഞ വീഡിയോകൾക്ക് നമുക്ക് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് നല്ല സ്വീകാര്യതയാണ് ലഭിച്ചത്. വിമർശനവും ഒപ്പം നിർദ്ദേശങ്ങളും പ്രോത്സാഹനവും എല്ലാം തന്ന മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷ ദീപത്തിൻ്റെ നന്ദി അറിയിക്കുന്നു. ഒപ്പം ഒരു കാര്യം കൂടെ നിങ്ങളുടെ അറിവിലേക്കായിട്ട് പറയട്ടെ. ഞാൻ പാലക്കാടാണ് എൻ്റെ മഠം. ജ്യോതിഷം നോക്കുന്നതും പാലക്കാടാണ്. യാതൊരു വിധത്തിൽ ഫോണിലൂടെയോ മറ്റോ ഓൺലൈൻ ജ്യോതിഷം നമ്മൾ ചെയ്യുന്നില്ല. അതുകൊണ്ട് ദയവായിട്ട് നമ്മുടെ പ്രേക്ഷകർ ഓൺലൈനിലൂടെ ജ്യോതിഷം അറിയാൻ വേണ്ടിയിട്ട് വിളിക്കേണ്ടതില്ല. നേരിൽ വന്ന് മാത്രമേ ജ്യോതിഷം നോക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ അധ്യായങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. മുൻകൂട്ടി വിളിച്ച് സമയക്ലിപ്തത വരുത്തിയതിന് ശേഷം മാത്രമേ വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. ശ്രീ അമിത്ഷായുടെ ജനനം 1964 ഒക്ടോബർ മാസം 22-ാം തീയതി രാവിലെ 5:22 മുംബൈയിലാണ് അദ്ദേഹം ജനിച്ചത്. മലയാള മാസം 1140-ാം ആണ്ട് തുലാമാസം 5-ാം തീയതി. അദ്ദേഹത്തിൻ്റെ നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് 59 വയസ്സും 7 മാസവുമാണ് അദ്ദേഹത്തിൻ്റെ ലഭ്യമായ ജനനസമയം കൊണ്ട് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ആ സമയം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വ്യാഴദശയിൽ 2026 വരെ ശനി അപഹാരം നടക്കുന്ന സമയമാണ്. ലഭ്യമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സമയമാണ് നമ്മുടെ ജാതകത്തിന് അടിസ്ഥാനമായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. ജാതകത്തിൻ്റെ ഈ പ്രവചനത്തിന് ആധാരം അതിൽ കൃത്യമായ ആണ് എന്ന് നമുക്ക് അവകാശപ്പെടാനായിട്ട് ലഭ്യമല്ല. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളാണ്. അതനുസരിച്ച് പലതരത്തിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വ്യത്യസ്തതയും അദ്ദേഹത്തിൻ്റെ ജാതകവും തമ്മിൽ സൂക്ഷ്മ പരിശോധന നടത്തിയതിന് ശേഷമാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പ്രവചനം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അത് കുറച്ചുകൂടെ വ്യക്തതയായിരിക്കും എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് അമിത്ഷാ എന്ന് പറയുന്ന ആ ഒരു രാഷ്ട്രീയ ചാണക്യൻ്റെ ഭാവി പ്രവചനം നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ജാതകം ഇങ്ങനെയാണ്. കന്നിമാസം ആണ് അദ്ദേഹത്തിൻ്റെ ലഗ്നമായിട്ട് വരുന്നത്. കന്നിമാസത്തിൽ ആ ലഗ്നത്തിൽ നിൽക്കുന്ന ഗ്രഹം എന്ന് പറയുന്നത് ഗുളികനാണ്. 2-ാം ഭാവത്തിൽ ആദിത്യനും ലഗ്നാധിപനായ ബുധനും നിൽക്കുന്നു. 3-ാം ഭാവത്തിൽ പ്രത്യേകിച്ച് ഗ്രഹങ്ങളൊന്നുമില്ല. 4-ാം ഭാവത്തിൽ കേതുവാണ്. 5-ാം ഭാവത്തിൽ ഗ്രഹങ്ങളില്ല. 5-ാം ഭാവാധിപൻ 6-ാം ഭാവത്തിലും 7-ാം ഭാവത്തിൽ ഗ്രഹങ്ങളൊന്നുമില്ല. 8-ൽ ചന്ദ്രനും 9-ൽ വ്യാഴവും 10-ൽ സർപ്പവും 11-ൽ കുജനും 12-ൽ ശുക്രനുമാണ് അദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒന്ന് അദ്ദേഹത്തിൻ്റെ ലഗ്നത്തിൽ നിൽക്കുന്ന ഗുളികനാണ്. ലഗ്നത്തിൽ ഗുളികൻ തനിച്ച് നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് രാജാധികാരങ്ങൾ, ആ ജാതകന് രാജാധികാരങ്ങൾ ലഭിക്കുമെന്നാണ് പറയുന്നത്. എന്നാൽ പരുഷമായിട്ടുള്ള പെരുമാറ്റവും ശക്തമായ തീരുമാനങ്ങളും, ഇടയ്ക്ക് ദേഹത്തിന് മുറിവ് ചതവുകൾ ഉണ്ടാകുക, അതുപോലെ അപമാനം സഹിക്കേണ്ടി വരിക എന്ന് പറയുന്ന ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ രാജാധികാരം നൽകുവാനായിട്ട് ആ ലഗ്നത്തിൽ തനിച്ച് നിൽക്കുന്ന ഗുളികനെ കൊണ്ട് സാധിക്കും എന്നുള്ളത് കൊണ്ട് അത് മാത്രം പരിശോധിച്ചാൽ നമുക്കറിയാൻ സാധിക്കും അദ്ദേഹം ആ രാജപദവിയിലേക്ക് അല്ലെങ്കിൽ മന്ത്രി പദവിയിലേക്ക് അമിത്ഷാ കടന്നുപോയത് ആ ലഗ്നത്തിൽ തനിച്ച് നിൽക്കുന്ന ഗുളികന്റെ സാന്നിധ്യം കൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ലഗ്നാധിപൻ ധനസ്ഥാനം, ധനത്തിൻ്റെയും വാക്കിൻ്റെയും എല്ലാം ഭാവമായിട്ട് നിൽക്കുന്ന 2-ാം ഭാവത്തിലേക്ക് പോയി നിൽക്കുക ബുധൻ. ആ ബുധന് നമ്മുടെ ഗ്രഹങ്ങളുടെ രാജാധികാരം വഹിക്കുന്ന ആദിത്യൻ, അത് 12-ാം ഭാവാധിപനാണെങ്കിൽ പോലും ഈ ലഗ്നാധിപനോട് യോഗം ചേർന്ന് 2-ാം ഭാവത്തിൽ നിൽക്കുന്നതോടുകൂടി തന്നെ വളരെ ധനപരമായിട്ടുള്ള കുടുംബത്തിൽ, വളരെ ശ്രേഷ്ഠമായ ധനവും മറ്റുമൊക്കെയുള്ള ഒരു കുടുംബത്തിൽ ജനിക്കുകയും
ഒരു വ്യവസായ കുടുംബത്തിൽ ജനിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. പൂർവികമായി കൈമാറി വന്ന അദ്ദേഹത്തിന്റെ ധനവും സ്വത്തുമെല്ലാം അദ്ദേഹത്തിന് ലഭിക്കുന്നത്, അദ്ദേഹത്തിന് സമ്പത്ത് വർദ്ധിപ്പിക്കാൻ സാധിച്ചു. ആദിത്യനുമായി യോഗം ചേർന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് രാജപദവിയിലേക്ക് പോകാൻ സാധിച്ചു. കൂടാതെ അദ്ദേഹത്തിന്റെ ജാതകത്തിലുണ്ടാവുന്ന മറ്റൊരു ശ്രേഷ്ഠത എന്ന് പറയുന്നത് 4-ാം ഭാവാധിപനും 7-ാം ഭാവാധിപനും നിവൃത്തികാരകനായിട്ട് 7-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം, അത് 9-ാം ഭാവത്തിൽ ശുക്രക്ഷേത്രത്തിൽ നിൽക്കുകയും 9-ാം ഭാവത്തിൽ നിന്ന് തന്റെ 5-ാമത്തെ ദൃഷ്ടി കൊണ്ട് ലഗ്നത്തിലേക്ക് ദൃഷ്ടി ചെയ്യുകയും ചെയ്തുകൊണ്ട്, അതായത് ലഗ്നത്തിന് വ്യാഴത്തിന്റെ ദൃഷ്ടി ഉണ്ടായി എന്ന് പറയുന്നതും അദ്ദേഹത്തിനെ മതപരമായിട്ട്, സാമ്പത്തികപരമായി, രാഷ്ട്രീയപരമായിട്ട് തുടങ്ങി പല മേഖലകളിലും വിജയിച്ച് കയറുവാൻ, ഒരേപോലെ തന്നെ സമാനമായി പല മേഖലകളിലും വിജയിക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് ആ 9-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന് ലഗ്നത്തിലേക്ക് ചെയ്തിരിക്കുന്ന ദൃഷ്ടി കൊണ്ട് അദ്ദേഹത്തിന് അത്തരത്തിൽ ഉയരാൻ സാധിച്ചു എന്നുള്ളതാണ് ആ ജാതകത്തിന്റെ മറ്റൊരു മേന്മയായിട്ട് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ കൂടി തന്നെ അദ്ദേഹത്തിന് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എപ്പോഴും വിവാദങ്ങളുടെ പരമായി, വിവാദത്തിന്റെയും അതുപോലെ തന്നെ കേസുകൾ, അദ്ദേഹത്തിന്റെ ഭരണത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്ന അവസ്ഥ, നാട് കടത്തപ്പെടേണ്ടിയുള്ള അവസ്ഥ, ഇതെല്ലാം ഉണ്ടായിരുന്നു. 4-ാം ഭാവത്തിൽ നിൽക്കുന്ന കേതുവും 4-ാം ഭാവത്തിൽ നിൽക്കുന്ന കേതുവും 4ലേക്ക് കർമ്മസ്ഥാനത്ത് നിന്ന് ദൃഷ്ടി ചെയ്യുന്ന രാഹുവും, ഇത് രണ്ടിന്റെയും യോഗം 4-ാം ഭാവവുമായി ഉണ്ടായതുകൊണ്ട് ഒരിക്കൽ അദ്ദേഹത്തിന് ഗുജറാത്ത് മന്ത്രിസ്ഥാനത്ത് നിന്ന് വിടവാങ്ങേണ്ടി വന്നു, അല്ലെങ്കിൽ അവിടെ നിന്ന് പോരേണ്ടി വന്നു. ഗുജറാത്തിൽ നിന്ന് ഉത്തർപ്രദേശത്തിലേക്ക് അദ്ദേഹത്തിന് മാറേണ്ടി വന്നു, ഒരു ജീവിതം നയിക്കേണ്ടി വന്നു. അദ്ദേഹം മുംബൈയിലാണ് ജനിച്ചതെങ്കിലും ഗുജറാത്ത് ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം അടിസ്ഥാനപരമായി രാഷ്ട്രീയ പ്രവർത്തനവും മറ്റും നടത്തിക്കൊണ്ടിരുന്നത്. അവിടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്തായിരിക്കണം അദ്ദേഹം അവിടെ നിന്ന് കോടതിയിൽ അദ്ദേഹത്തിനെതിരെ ഒരു അപവാദവും ഒരു പ്രചരണവും ഒരു വധ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ കോടതിയുടെ നിശിതമായ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരികയും ആ ആഭ്യന്തര വകുപ്പ് മന്ത്രി സ്ഥാനത്ത് നിന്ന് മാറേണ്ടി വരികയും തന്റെ പ്രവർത്തന മേഖലകളിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് അവിടെ നിന്ന് പോകേണ്ടി വന്നു. ഉത്തർപ്രദേശത്തിലേക്ക് അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ടി വന്നു. ഇതെല്ലാം 4-ാം ഭാവത്തിൽ നിൽക്കുന്ന കേതുവും കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന രാഹുവും തമ്മിലുള്ള ബന്ധം പരിശോധിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനിയും ആവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്ന് വേണം നമുക്ക് കരുതാൻ. മറ്റൊന്ന്, ലഗ്നാധിപനെ കുജൻ ദൃഷ്ടി ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് ആ കുജന് നമുക്കറിയാം 3-ാം ഭാവവും അതുപോലെ തന്നെ അഷ്ടമഭാവവും കൂടെയുള്ള കുജനാണ്. കുജൻ നിൽക്കുന്ന ലാഭസ്ഥാനത്താണെങ്കിൽ പോലും ഈ 2 ഭാവങ്ങൾ കൂടെ ആ കുജന് ഉണ്ട് എന്നുള്ളത് കൊണ്ട് ആ കുജൻ ഈ ലഗ്നത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് എന്നും ശത്രുക്കളുടെ നോട്ടപ്പുള്ളിയാകുവാനായിട്ട് ഈ ഇദ്ദേഹത്തിന് സാധിച്ചു. അല്ലെങ്കിൽ ശത്രുക്കളുടെ നോട്ടത്തിലാണ് അദ്ദേഹം എപ്പോഴും ഒരു ശത്രു വലയത്തിന്റെ ഉള്ളിൽ നിൽക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ പല സമയങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന് നേരെ വധശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഭാരതത്തിന്റെ പുറത്തും ഭാരതവിരുദ്ധ ശക്തികളുടെ എന്നും നോട്ടപ്പുള്ളി തന്നെയാണ് അമിത്ഷാ എന്ന് പറയുന്നത്. ഭാരതത്തിന്റെ അകത്തും പുറത്തും ഭാരതവിരുദ്ധ പ്രവർത്തനങ്ങളുടെയും തീവ്രവാദികളുടെയൊക്കെ ഹിറ്റ് ലിസ്റ്റിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിട്ട് നമുക്ക് അമിത്ഷായെ കരുതാൻ. കാരണം ചൊവ്വയുടെ ദൃഷ്ടിയോടുകൂടിയാണ്, ചൊവ്വ അഷ്ടമഭാവാധിപൻ കൂടിയാണ്. അങ്ങനെയുള്ള ചൊവ്വയുടെ ദൃഷ്ടിയോടുകൂടിയാണ് ലഗ്നം 2-ാം ഭാവത്തിൽ നിൽക്കുന്ന ലഗ്നാധിപന് ദൃഷ്ടിയുള്ളത് കൊണ്ട് എന്നും വിവാദങ്ങൾക്കും ശത്രുക്കൾക്ക് ഭയം ജനിപ്പിക്കുന്നവനും ഒപ്പം ശത്രുക്കളുടെ നോട്ടപ്പുള്ളിയുമായിട്ട് അമിത്ഷാ ഭാരതത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. എങ്കിൽ പോലും 3-ാം ഭാവാധിപത്യം ചൊവ്വയ്ക്കുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് അനുചരന്മാര് ശിരസാവഹിച്ച്, അദ്ദേഹത്തിന്റെ ആജ്ഞകൾ ശിരസാവഹിച്ച് കർമ്മം ചെയ്യാൻ, കർമ്മനിഷ്ഠ ചെയ്യുവാനായിട്ട് ഒരുപാട് അനുചരന്മാർ അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം ആഭ്യന്തര വകുപ്പ് മന്ത്രിയായതിനു ശേഷം ഭാരതത്തിലെ പല ഭാഗത്തും ഉണ്ടാകുന്ന വിധ്വംസക ശക്തികൾക്ക് എന്നും ഒരു ഭീഷണിയായിരുന്നു അമിത്ഷാ. അതുകൊണ്ട് തന്നെ വിധ്വംസക പ്രവർത്തനങ്ങളെ അടിച്ചമർത്തുവാനായി സാധിച്ചത് ഈ ചൊവ്വയുടെ ദൃഷ്ടിയോടുകൂടി നിൽക്കുന്നത് കൊണ്ട് നിശ്ചയദാർഢ്യത്തോടുകൂടി എന്ത് കാര്യവും തൻ്റെ ഇടത്തോടുകൂടി നേരിടാനുള്ള ഒരു ഇച്ഛാശക്തി അദ്ദേഹത്തിന് ലഭിച്ചു എന്നുള്ളതും ജാതകത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് കരുതാവുന്നതാണ്. 4-ാം ഭാവത്തിൽ ഞാൻ പറഞ്ഞു, 4-ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു കേതു ബന്ധം അദ്ദേഹത്തിന്റെ കുടുംബവും അല്ലെങ്കിൽ ജനിച്ച സ്ഥലവും മാറി നിൽക്കേണ്ട വരിക, അദ്ദേഹത്തിന് പലപ്പോഴും അദ്ദേഹത്തിന്റെ കഴിവും പ്രാപ്തിക്കും ഒപ്പം ഉയരുവാനായിട്ടാൽ ആ ഉയർന്നു പോകുന്ന അവസ്ഥയിൽ വീണ്ടും താഴേക്ക് പോകുവാനായിട്ടുള്ള കാര്യവുമെല്ലാം അദ്ദേഹത്തിന് ഉണ്ടാകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കഴിവിനൊപ്പം അദ്ദേഹം എപ്പോഴും ഒരു നിഴലായി നടക്കുക എന്നല്ലാതെ അദ്ദേഹത്തിന്റെ വെളിച്ചത്തിലേക്ക് വരാൻ, അല്ലെങ്കിൽ ഒരു നല്ലൊരു കർമ്മമന്ദത്തിലേക്ക് വരുവാനായിട്ട് പലപ്പോഴും അദ്ദേഹത്തിന്റെ കഴിവിനനുസൃതമായിട്ടൊരു ഉയർച്ച ഉണ്ടായില്ല എന്ന് വേണം ജാതക പരിശോധനയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പെട്ടെന്ന് തന്നെ അദ്ദേഹം സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഉദിച്ചുയർന്നൊരു വ്യക്തിയാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ഭാരതത്തിന്റെ വളരെ ശക്തനായിട്ടുള്ള ഒരു പദവി അദ്ദേഹത്തിന് വഹിക്കാനായി സാധിച്ചു. ആ പദവി വളരെ ഭംഗിയായി നിർവഹിക്കാൻ സാധിച്ചുവെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ യഥാർത്ഥ ഒരു ഭാവം, അല്ലെങ്കിൽ യഥാർത്ഥമായ കഴിവിനൊപ്പം
പലപ്പോഴും വളർന്നു വരാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളത് ജാതക പരിശോധനയിലും അദ്ദേഹത്തിന്റെ ജീവിതത്തെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. 5-ാം ഭാവം മന്ത്രിസ്ഥാനമൊക്കെയാണ് 5-ാം ഭാവം. അതുകൊണ്ട് തന്നെ 5-ാം ഭാവത്തിൽ അദ്ദേഹത്തിന് മന്ത്രിയാകാനായിട്ട് സാധിച്ചു ശനിയുടെ. ഇതുകൊണ്ട് ആത്മീയമായിട്ട് ഒരു നല്ലൊരു ജീവിതം നയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. പക്ഷെ 5-ാം ഭാവാധിപതി 6 നിൽക്കുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന് അപവാദങ്ങൾ ഏൽക്കേണ്ടി വരിക, ആക്ഷേപങ്ങൾ ഏൽക്കേണ്ടി വരിക തുടങ്ങിയ കാര്യങ്ങൾ എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഈ ലഗ്നാധിപത്യത്തിന്റെ ചൊവ്വയായിട്ടുള്ള ബന്ധം കൊണ്ട് അതിനെ അതിജീവിക്കാനായിട്ട് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നും തന്നെ ഇല്ല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അതുപോലെ ജീവിതങ്ങൾ പരിശോധിച്ചാൽ ഇതിനെല്ലാം അതിജീവിച്ച് മുമ്പോട്ട് പോയിട്ടുള്ള ആളാണ് അമിത് ഷാ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഒപ്പം തന്നെ 9-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് അദ്ദേഹത്തിന്റെ 9-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം അത് അദ്ദേഹത്തെ സത്യം, ധർമ്മം, ദാനം, അതുപോലെ കർമ്മസ്ഥാനത്തെ ഉയർച്ച, ഭാഗ്യം, അങ്ങനെ ഒരു അതുല്യനായിട്ടുള്ള ഒരു പ്രതിഭയായി, അതുല്യനായ ഒരു രാഷ്ട്രീയ നേതാവായിട്ട് ഭാരതത്തിന്റെ രാഷ്ട്രീയ നഭസിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകാൻ ഈ 9-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് സാധിച്ചു. 4-ാം ഭാവവും 7-ാം ഭാവാധിപത്യവും കൂടെ വഹിക്കുന്ന ആ വ്യാഴം അതിൻ്റെ ദൃഷ്ടിപഥത്തിലാണ് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം എല്ലാ തരത്തിലുള്ള അവസ്ഥകളെയും അതിജീവിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് പറയുന്നത്. എങ്കിൽ പോലും ഇപ്പോഴുള്ളൊരു സമയം നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്, ഞാൻ പറഞ്ഞു, വ്യാഴദശ ശനി അപഹാരം നടക്കുന്ന സമയമാണെന്ന് പറഞ്ഞു. ഈ ശനി അദ്ദേഹത്തിന്റെ 6-ാം ഭാവവും കൂടെ വഹിക്കുന്നതാണ്. 5ഉം 6ഉം ഭാവാധിപത്യമുള്ള ശനിയാണ്. പക്ഷേ സ്വക്ഷേത്രത്തിൽ ബലവാനാണ് ആ ശനി. സ്വക്ഷേത്രത്തിൽ തന്നെയാണ് ആ ശനി നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകില്ലെങ്കിൽ പോലും പലപ്പോഴും അദ്ദേഹത്തിന്റെ ജാതകത്തിൽ പൊതുവെയുള്ള കർമ്മരംഗത്ത് നിൽക്കുന്ന ആ രാഹു ബന്ധവും ആ 4-ലെ കേതു ബന്ധവും അദ്ദേഹത്തിന്റെ ആ ഒരു ഗ്രാഫ് പരിശോധിക്കുവാണെങ്കിൽ ഉയർന്നു വരുന്ന സമയത്ത് തന്നെ താഴേക്ക് പോകുന്ന ഒരു കാര്യവും, അല്ലെങ്കിൽ കർമ്മത്തിന് അസ്ഥിരത ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. 2026 വരെയാണ് അദ്ദേഹത്തിന്റെ ശനി അപഹാരം നടക്കുന്ന സമയം. ഇനി പൊതുവെ അദ്ദേഹത്തിന്റെ ഒരു ഭാവി എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന സമയത്തു കൂടിയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അമിത് ഷാ രാഷ്ട്രീയത്തിൽ ശക്തനായിട്ടുള്ള ഒരു നേതാവാണെങ്കിൽ കൂടി, നരേന്ദ്രമോദിയുടെ വലങ്കയും മനസാക്ഷി സൂക്ഷിപ്പുകാരനോ ആണെങ്കിൽ പോലും അതിന് തക്കതായിട്ടുള്ളൊരു ശത്രുവലയം അദ്ദേഹത്തിന്റെ ഒരു ഉപജാപ വൃന്ദവും അദ്ദേഹത്തിന്റെ കൂടെ തന്നെ അദ്ദേഹത്തിന്റെ സംഘടനയിലും പൊതുജീവിതത്തിലും എല്ലാം ഉണ്ടാകുന്നുണ്ട്. രാഷ്ട്രീയത്തിന് അതീതനായിട്ടുള്ള ബന്ധങ്ങളുള്ള ഒരു വ്യക്തിയാണ് ശ്രീ അമിത് ഷാ. പക്ഷെ അത് വളരെ നിശബ്ദമായിട്ട് പ്രവർത്തനത്തിൽ കർമ്മ യോഗി എന്ന് അദ്ദേഹത്തെ പറയാം നമുക്ക്. അതായത് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ആ വ്യക്തിയല്ല, പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ്. എങ്കിൽ പോലും ഒരു രാഷ്ട്രീയ മാറ്റത്തിനുള്ള സാധ്യത ഈ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹത്തിന് ഉണ്ടാകാം. ചിലപ്പോൾ സംഘടനാപരമായിട്ട് അദ്ദേഹത്തിന് ഉത്തരവാദിത്തങ്ങൾ വഹിക്കേണ്ടി വരാം. അതായത് BJPയുടെ ദേശീയ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ചിലപ്പോൾ അദ്ദേഹത്തിനെ മാറ്റി പ്രതിഷ്ഠിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രപതിയുടെ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാനുള്ള, ഇനിയിപ്പോൾ ഈ ഒരു ടേം കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് രാഷ്ട്രപതിയുടെ ഒരു ടേം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത രാഷ്ട്രപതി പദവിയിലേക്ക് പോലും വരാൻ സാധ്യതയുള്ള ഒരു നേതാവാണ് ശ്രീ അമിത് ഷാ. അതിനൊക്കെ ചിലപ്പോൾ മുമ്പ് അദ്ദേഹം ഈ ഒരു തിരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം ഭരണത്തിൽ നിന്ന് മാറി സംഘടനയിലേക്ക് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെടാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലായിട്ട് വരാൻ പോകുന്ന സമയത്ത് കാണാനായിട്ട് സാധിക്കും. അതുപോലെ ആത്മീയമായ ഉയർച്ചയ്ക്കൊക്കെ ഉള്ളൊരു സാധ്യത കൂടെ അദ്ദേഹത്തിന് ഉണ്ട്. എങ്കിലും അദ്ദേഹം കർമ്മബംഗൽ ഈ മണ്ഡലത്തിൽ നിന്ന് അല്പം മാറ്റത്തിനുള്ളൊരു സാധ്യത അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കാണുന്നു എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം. എങ്കിലും എന്നും വിവാദങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന ആള്, എന്നും ശത്രുക്കൾക്ക് എതിരെ പ്രവർത്തിക്കുന്ന ആളൊക്കെ ആണെങ്കിലും ഒരു നല്ല രാഷ്ട്രീയ ഭാവി അദ്ദേഹത്തിന് ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്തേ. Like, share, subscribe.